ഇവിടെ സംഘിക്കുട്ടി എന്ന് പറഞ്ഞത് കേരളത്തിലെ ചരിത്രം പിന്നെ നേതാക്കന്മാരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം സംഘിക്കുട്ടി ആരാണെന്നുള്ള വിവരം. ഞാൻ എക്കാലത്ത് RSSനെതിരായിട്ട് ശക്തമായി ധീരമായി ഫൈറ്റ് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. എൻ്റെ കുടുംബ വീട് ചെറുവയ്ക്കൽ 1 വർഷക്കാലം പോലീസ് വലയത്തിലായിരുന്നു. അവിടെ ഒരു കൊലപാതകം നടന്നു. അവിടെ അതിൽ മരിച്ചത് ഒരു RSS അനുഭാവിയാണ്. അങ്ങനെ നിരവധി സംഭവങ്ങൾ RSSനെതിരായിട്ട് ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. എല്ലാ രംഗത്തും കഴിഞ്ഞ 40 വർഷക്കാലമായിട്ട് നമ്മുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. ശ്രീ സതീശ അങ്ങനെയാണോ? അങ്ങനെയാണ് അങ്ങ് അത്രമാത്രം വാശിയിൽ RSSനെതിരായിട്ടും BJPക്കെതിരായിട്ടും ഫൈറ്ററാണെന്ന് സ്വയം വിശേഷിപ്പിച്ചത്. നാട്ടുകാരും കൂടെ പറയണമല്ലോ ഇയാൾ RSSനെതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണെന്ന്. സ്വയം വിശേഷിപ്പിച്ച് അങ്ങയോട് ഞാൻ വിനയത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി BJPയുടെ അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന് പറയുന്നത് നേമത്താണ് BJPയുടെ അക്കൗണ്ട് തുറന്നത്. ഇപ്പോഴും നേമമാണ് അവർ ഒന്നാമത്തെ A ഗ്രേഡ് ആയിട്ട് കാണുന്നത് നേമമാണ്. അദ്ദേഹം നേമത്ത് നിന്ന് മത്സരിക്കുന്നതിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചാൽ ഏറ്റവും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ BJPക്കെതിരായിട്ടുള്ള RSSനെതിരായിട്ടുള്ള ഫൈറ്റ് വളരെ ശക്തമായി ഞാൻ തുടരുകയാണെന്ന് അത് നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം നേമത്ത് വന്ന് മത്സരിക്കുക, അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വെല്ലുവിളിയൊന്നുമല്ല, അപേക്ഷയാണ്. കാരണം എനിക്കും BJPയോടെ തോൽപ്പിച്ച് കാണണമെന്ന് നല്ല ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്നും പിന്മാറുന്നതിന് വേണ്ടി ഞാൻ പോകുന്നില്ല. കാരണം അത്രയ്ക്ക് മാന്യതയില്ലാത്തതും വ്യക്തിപരമായി മനസാക്ഷിയില്ലാത്തതും നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്തതും എനിക്ക് മുകളിൽ വേറെ ആരുമില്ല എന്നുള്ള ഭാവം അത് കുറച്ച് ദിവസമേ കേരളത്തിലെ ജനങ്ങൾ സഹിക്കൂ. അല്ല, അവർ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അത് വെറും സ്വപ്നം മാത്രം. ഈ ബഡ്ജറ്റ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഇനിയിപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു, പാസ്സാക്കും. കുറേ കാര്യങ്ങൾ ഈ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ നടപ്പിലാക്കും. ബാക്കി കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അഡീഷണൽ ബഡ്ജറ്റ് വേണമെങ്കിൽ അപ്പോഴും ആലോചിക്കുക. ഏതാ? പ്രതിപക്ഷം പ്രത്യക്ഷമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയങ്ങൾ വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന നിലപാടിലെടുക്കുന്നത്. എന്നാൽ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലെ MPമാരും MLAമാരും പ്രതിപക്ഷവും ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ സംസ്ഥാനത്തിൻ്റെ ആവശ്യമൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ നമ്മളിവിടെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ എങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവായി കിട്ടണം എന്നുള്ളതാണ്. പ്രതിപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാം കേരള ഗവൺമെൻറ്റിനെ എങ്ങനെ ഞെരുക്കാമെന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് വിചാരിക്കുന്നതിനേക്കാൾ ശക്തിയായിട്ടാണ് UDF ഗവൺമെൻറ് വിചാരിക്കുന്നത്. പക്ഷേ അതിനെല്ലാം ഈ UDFൻ്റെ ഒരു എതിർപ്പിനെയും കേന്ദ്ര BJP ഗവൺമെൻറ് എതിർപ്പിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഈ കഴിഞ്ഞ 5 വർഷവും കേരളം ഭരിച്ചത്. ഒരു കുറവും ഒന്നിനും ഉണ്ടായിട്ടില്ല. അത് ഏത് രംഗമായിരുന്നാലും ഇന്ത്യക്ക് മാതൃകയാണ്. അതെല്ലാം സമ്പത്തില്ലാതെ ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കഴിയില്ലല്ലോ. ഏതെങ്കിലും ഒരു കാര്യത്തിന് മാധ്യമങ്ങൾ പറയട്ടെ, ഇന്ന കാര്യം സമ്പത്തില്ലാത്തതുകൊണ്ട് കുറഞ്ഞു എന്ന് പറയട്ടെ.
ഒരു കാര്യവും ഒരു കുറവ് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി. ആരും ഞങ്ങളോട് ചോദിക്കുന്നില്ല എന്തേ നിങ്ങൾ ഇന്നത് നടപ്പിലാക്കാത്ത എന്തേ എന്നാരും ചോദിക്കുന്നില്ല. ഇനി അടുത്ത ആഴ്ച സ്കൂളിന് അടുത്ത പരീക്ഷ ആരംഭിക്കാൻ വേണ്ടി, ലാസ്റ്റ് പരീക്ഷ ആരംഭിക്കാൻ വേണ്ടി 2-3 മാസമുണ്ട്. പുതിയ പാഠപുസ്തകം കൊടുക്കുകയാണ് കുട്ടികൾക്ക്. അതാണ് എല്ലാ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഈ UDFും ചില മാധ്യമങ്ങളും വിചാരിച്ചാലൊന്നും അവരുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല. അതിൻ്റെ തെളിവാണ് 2ാം പിണറായി ഗവൺമെൻറ്റാണെന്ന് അവർ നല്ല ഓർമ്മ വേണം. പൂച്ചയെ കുറ്റമെന്ന് പറയണ്ട. പൂച്ച പ്രസവിച്ച് അതവിടെ ജീവിച്ചോട്ടെ. അവർ അതിനെ ശല്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പിന്നെ പറയേണ്ടത്? ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം പൂച്ച പ്രസവിച്ചിറക്കുന്നതിനോടാണ് ഉപമ പറയേണ്ടത് ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ. പൂച്ച പ്രസവിച്ചോട്ടെ. അതിനിപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പ്രസവിക്കാതിരിക്കാൻ പറ്റുമോ? അതിന് എൻ്റെ ആരും തീരുമാനമായിട്ടില്ല. അല്ല, അദ്ദേഹം BJPക്കും RSSനും നാട്ടിലുള്ള വലിയ ഫൈറ്ററാണല്ലോ. കേരളത്തിൽ BJP ജയിച്ചിട്ടുള്ള ഏക മണ്ഡലം നേമത്താണല്ലോ. അങ്ങനെയാണെങ്കിൽ നേമത്ത് നിന്ന് മത്സരിച്ച് BJPക്കെതിരായിട്ട് വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹം തയ്യാറാവട്ടെ. ഞാൻ ഈ വർഷം തന്നെ നിങ്ങൾ നോക്കുകയാണ്. ബഡ്ജറ്റ് പാസ്സാക്കിയാൽ ഉടനെ തന്നെ എൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ടുള്ള ഫയലൊക്കെ നീങ്ങി കഴിഞ്ഞു. ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മുടെ ബാലഗോപാലും കൂടെ പങ്കെടുത്തുകൊണ്ട് തന്നെ 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ച നടത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി എന്നൊക്കെയാണ്. നമ്മൾ 2-3 പിന്നെ നാഷണലൈസ്ഡ് ബാങ്കുകാർ സമീപിച്ചത് അവർ തയ്യാറുമായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ വിശ്വാസവും മറ്റു കാര്യങ്ങൾ നടത്താൻ വേണ്ടി എളുപ്പമാണ്. ഇതൊക്കെ പഴങ്കഥയാണ്. രണ്ടും രണ്ടാണ്.